നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഇപ്പൊ സമയം രാത്രി 9 മണിയാണ്. ഇവിടത്തെ അവസ്ഥ നോക്കി എന്ത് വെട്ടോണ്. എന്റെ ഒന്നെ തണുത്ത കാറ്റടിക്കണു. എടാ മോനെ, മഞ്ഞിന്റെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിട്ടാ. ദേ ഇത് കണ്ട, ആൾക്കാരൊക്കെ കൈയടിക്കുന്നു. ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് കൈയടിക്കണേന്ന് എനിക്ക് തോന്നണം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അർജന്റീനയിലാണ്, സൗത്ത് അമേരിക്കയിലെ. അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് എയറസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പുറകിലെ ഒരു KFC ഉണ്ടായിരുന്നേ. അപ്പോൾ സമയം ഇപ്പോൾ 1 മണി ആവാറായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കയറി കഴിച്ചു. സ്പാനിഷാണ് ഇവിടുത്തെ ലാംഗ്വേജ്, അതുകൊണ്ട് ഒന്നും മനസ്സിലായില്ല. എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ തന്നു. 2 കഷ്ണം ചിക്കൻ തന്നു. 4450 പെസോ ആയി, അതായത് 450 രൂപ ഇന്ത്യൻ മണി. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഉഷ്വയിലോട്ട് പോവാണ്. ഉഷ്വ എന്ന് പറയുന്നത് സൗത്ത് ഭാഗത്താണ്, അതായത് അർജന്റീനയുടെ ഏറ്റവും അറ്റത്തുള്ളൊരു, ഭൂമിയുടെ ഏറ്റവും അറ്റം എന്ന് പറയുന്ന അറിയപ്പെടുന്ന സ്ഥലമാണ് ഉഷ്വ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഡൽഹിയിലാണെന്ന് വിചാരിക്കാം. ബ്യൂണസ് എയർസ് എന്ന് പറയുന്നത് ഡൽഹി. അപ്പോൾ ഡൽഹിയിൽ നിന്ന് നമ്മൾ കന്യാകുമാരിക്ക് വരുന്നു, അതാണ് ഉഷ്വ. മനസ്സിലായി? ഏകദേശം 3.5 മണിക്കൂർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനുണ്ട്. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഞാൻ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്തു. ഇനി നേരെ അങ്ങ് എയർപോർട്ടിൽ പോകണം. എയർപോർട്ടിൽ പോയിട്ട് നമുക്ക് ഉഷ്വലിട്ട് പോകണം, ഭൂമിയുടെ ഏറ്റവും അവസാനത്തെ സിറ്റിയിലേക്ക്. ഇവിടെ കണ്ണടയൊക്കെ വെക്കാൻ വെച്ചേക്കുന്ന നോക്കി. ഈ കാണുന്നത് ഇവിടുത്തെ സിറ്റി ബസ്സാന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ ഉണ്ട്, ചറ പറയാന്ന് പറഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതുപോലെ ഈ കാണുന്നത് ഇവിടുത്തെ ടാക്സിയാണ്. ടാക്സി വിളിക്കുന്നേക്കാളും നല്ല യൂബർ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഞാൻ പയ്യെ റോഡ് ക്രോസ് ചെയ്യട്ടെ. ഇവിടെ പച്ച കളറൊക്കെ വരച്ചിട്ടുണ്ടല്ലോ. ഈ സംഭവം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടതാണ്. ഒബിലിക്സ് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. അപ്പോൾ ആ ഭാഗത്ത് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി ഞാൻ നേരെ പോകുന്നത് നമ്മുടെ ഹോട്ടലിൽ പോയിട്ട് ബാഗ് എടുക്കണം, എന്നിട്ട് എയർപോർട്ടിലോട്ട് പോകണം. 4 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞിട്ടുള്ളൂ, സമയമുണ്ട്. വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ കാണിച്ചത്. ഇത് കണ്ട, ഇതെന്താണെന്ന് വെച്ചാൽ ഏതൊരു വ്ളോഗറാണ് ഇവിടെ അർജന്റീനയിൽ ബ്യൂണസ് എയർസിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് ഏതൊരു മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പോലീസുകാരൊക്കെ പറയുന്നുണ്ട് അങ്ങോട്ട് പോകരുത്, ഡോൺ ഗോ, നിങ്ങളെ കില്ല് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. കണ്ട, കുറച്ച് ഡേഞ്ചറാണ് ആക്ച്വലി. പല സ്ഥലങ്ങളിലും, അർജന്റീനയുടെ പല സ്ഥലങ്ങളിലും നമുക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കുക, അതുപോലെ മൊബൈൽ പിടിച്ച് കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പണിയാണ്. ഇതുണ്ട്, ഇത് പോലീസ് വണ്ടിയാണ് ഈ കാണുന്നത്. പോലീസിയ, സ്പാനിഷാന്ന് തോന്നുന്നത്. പോലീസിയ, സ്പാനിഷ് ലാംഗ്വേജ് സംസാരിക്കുന്ന നാടാണ്ടത്. ഈ ബ്യൂണസ് എയർസ് പോലുള്ള സിറ്റിയൊന്നും അത്ര പ്രശ്നമില്ല. ഈ ഒട്ടുമിക്ക ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് അവസ്ഥ. അത്ര നല്ല സേഫ്റ്റിയുള്ള സ്ഥലമൊന്നുമല്ല. പിന്നെ തമ്മിൽ ഭേദം എന്ന് പറയുന്ന സ്ഥലമാണ് അർജന്റീന. മറ്റ് സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഭേദമാണ് അർജന്റീന. എന്നാലും ഉള്ളേരിയയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. നമുക്ക് ഈ കള്ളന്മാരിൽ നിന്നൊക്കെ രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടുത്തെ സ്ട്രീറ്റൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഒരു ടൈപ്പ് കല്ലൊക്കെ വിരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഈ സ്ട്രീറ്റ് മുഴുവനും മരങ്ങളാണ്. നല്ല രസമില്ലേ? ചെറിയ തണലൊക്കെ ഉണ്ട്. തൊട്ടപ്പുറത്ത് മെയിൻ റോഡ്, ബിൽഡിങ്സ്. ഒരു ആസൂത്രണ രീതിയിലാണ് എല്ലാം പണിതേക്കണത്. അതിവിടെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്, ഗ്രേ ലൈൻ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ആ ബസ്സിൻ്റെ റൂട്ടാണ് ഈ കാണുന്നത്. എല്ലാ സ്ഥലത്തേക്കും പോകും. കണ്ടാ, ഓരോ സ്ഥലത്തും പോയിട്ട് അവിടെ ബസ് നിർത്തും. അപ്പോൾ ആ സ്ഥലം കാണാം. അതിനുശേഷം അടുത്ത ബസ്സിൽ കയറുക, അടുത്ത സ്ഥലത്ത് പോവുക. അങ്ങനത്തെ ബസ് ബുക്ക് ചെയ്യാനുള്ള ഓഫീസാണ് ഈ കാണുന്നത്. 2 ടൈപ്പ് ബസ് ഉണ്ട്. ഈ ബസ്സിനെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാണ്. ഇവിടെ ഇങ്ങനത്തെ പ്രോഗ്രാമൊക്കെ ഉണ്ട്. ഇത് കണ്ടത്, ഇങ്ങനത്തെ ടൈപ്പ് പ്രോഗ്രാമൊക്കെ കാണണമെങ്കിൽ നമുക്ക് അത് ബുക്ക് ചെയ്യാം. ഇത് ആക്ച്വലി ഇവിടുത്തുകാരുടെ ഒരു പ്രത്യേക ടൈപ്പ് ഡാൻസാണ്. ടാങ്കോ ഷോ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഈ ബസ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത്. കണ്ട, ഇത്രയും സ്ഥലത്ത് ഈ ബസ് ട്രാവൽ ചെയ്യും. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് 15 മിനിറ്റ് കൂടുമ്പോൾ ബസ്സുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അത് അടിപൊളി പരിപാടിയാണ്. അപ്പോൾ റേറ്റ് പറഞ്ഞത് 2500 രൂപയുണ്ട്. ഇന്ത്യൻ മണി 2500 വരും. $30. അർജന്റീനിയൻ പെസോ നോക്കുകയാണെങ്കിൽ 25,000 പെസോ. അതാണ് ഇവർ പറഞ്ഞ റേറ്റ്. പക്ഷേ ഇത് കൊള്ളാം. 15 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ബസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമുക്ക് എല്ലാ സ്ഥലത്തും പോവാം. വേണമെങ്കിൽ ഒരു ബസ് ട്രിപ്പ് എന്നുള്ള രീതിയിൽ സിറ്റി മൊത്തം കറങ്ങാം. അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് ഇറങ്ങുക, ആ സ്ഥലം കാണാം, അടുത്ത ബസ്സിൽ കയറുക, അടുത്ത സ്ഥലത്ത് പോവാം. അടിപൊളി പരിപാടിയാണ്. ഇത് ഫുള്ള് റൂട്ടൊക്കെ ഉണ്ട് അതിനകത്ത്. ഈ മഞ്ഞ ബസ്സിൻ്റെ പേരാണ് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ്. അതാണ് ഏറ്റവും ബെറ്റർ. അതെടുത്താൽ മതി. മറ്റേ ഗ്രേ ലൈന് അത്ര ഫ്രീക്വൻസി ഒന്നുമില്ല. അത് 24 മണിക്കൂറത്തേക്കാണ് ഈ റേറ്റ്. 24 മണിക്കൂർ നമുക്ക് ആ ഒരു ഒറ്റ പേയ്മെൻറ്റിൽ എത്ര ബസ് വേണമെങ്കിൽ കയറാം. അടിപൊളി പരിപാടിയാണ്, കൊള്ളാം. അപ്പോൾ ഞാൻ നേരെ ഹോട്ടലിൽ വന്നിട്ട് ചെക്കൗട്ട് നേരത്തെ ചെയ്തിട്ട് ബാഗ് അവിടെ വെച്ചേച്ച് ബാഗൊക്കെ എടുത്ത് യൂബർ വിളിച്ചു. അപ്പോൾ യൂബർ വിളിച്ചിട്ട് ഇനി നേരെ പോകുന്നത് നമ്മുടെ എയർപോർട്ടിലോട്ടാണ്. ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ചേച്ചിയാണ് വണ്ടി ഓടിച്ചിട്ട് വന്നേക്കണം. കണ്ടോ, ഇവർ പറയുന്നത് ലാംഗ്വേജ് സ്പാനിഷ് ആയതുകൊണ്ട് എനിക്ക് അധികം ഒന്നും മനസ്സിലാവുന്നില്ല. അത് കണ്ടോ, ട്രെയിൻ പോകണമൊക്കെ. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. ചേച്ചി ഇതിനിടയ്ക്ക് കുറേ കഥയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലാവണില്ല. എല്ലാം അവരുടെ ലാംഗ്വേജ് ആയതുകൊണ്ടേ ഒരു ഇഷ്ടമില്ല. പേര് ചോദിച്ചിട്ട് എന്തോ പറഞ്ഞു, അതും മനസ്സിലായില്ല. അപ്പോൾ ലാംഗ്വേജ് സ്പാനിഷ്.
Venezuela. നെയിം De Venezuela. വെനിസ്വേല. Venezuela. വെനിസ്വേല. ആ വെനിസ്വേല. ആ ഓക്കെ ഓക്കെ. നമ്മൾ ഏകദേശം എയർപോർട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഭാഗം അതിൻ്റെ അപ്പുറത്തൊക്കെ എയർപോർട്ടിൻ്റെ ഭാഗം തന്നെയാണ്. ഈ റൈറ്റ് സൈഡ് കാണുന്നത് ഇതിൻ്റെ അപ്പുറത്ത് ശരിക്കും കടലാണ്. കടൽ എന്ന് പറയുമ്പോൾ ഉൾക്കടലാണ്. അതായത് അറ്റ്ലാന്റിക് ഓഷൻ കുറച്ചിങ്ങനെ ഉള്ളിലോട്ട് കയറി കിടക്കുന്ന ഒരു ഭാഗമുണ്ട്. തൊട്ടപ്പുറത്ത് ഉറുഗ്വ എന്ന് പറയുന്ന രാജ്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും, നോക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഈ എയർപോർട്ട് ഇരിക്കുന്നത്. ഇതൊരു ഡൊമസ്റ്റിക് എയർപോർട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇതൊരു ഇൻ്റർനാഷണൽ എയർപോർട്ട് തന്നെയാണ് കേട്ടോ. അതായത് ആഭ്യന്തര സർവീസ് ഉണ്ടെങ്കിലും പല സ്ഥലത്തോട്ട് ഇൻ്റർനാഷണലി ഈ ഒരു എയർപോർട്ടിൽ നിന്ന് പോകാൻ പറ്റും കേട്ടോ. പക്ഷേ മെയിൻ എയർപോർട്ട് മറ്റേത് തന്നെയാണ്, നമ്മൾ വന്നിറങ്ങിയ എയർപോർട്ട്. അപ്പോൾ ഈ ചേച്ചി ആക്ച്വലി ഇവിടുത്തെ സ്ഥലത്തിനെ കുറിച്ചൊക്കെ കുറേ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ട് യൂസ് ചെയ്ത് നോക്കി. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അത് മനസ്സിലായില്ല എന്നാണ്. പുള്ളിക്കാരി പറയുന്നതാണ് വലിയൊരു പട്ടണമാണ് ബ്യൂണസ് ഐറസ്. അപ്പോൾ പക്ഷേ റോഡുകളൊക്കെ വളരെ ചെറുതാണ്. ഞാൻ പറഞ്ഞു റോഡുകൾ ചെറുതാണെങ്കിലും നല്ല രസമുള്ള നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അതേ ഞാൻ പറഞ്ഞ കടലെടുക്ക് കണ്ട കടൽ കണ്ട. അപ്പോൾ ചേച്ചി നമ്മളോട് പറയണായിരുന്നു നല്ല യാത്ര ആശംസിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ടിട്ട് ദേ ഇങ്ങനെ കേട്ട് നോക്കി കണ്ട. അപ്പം മികച്ച യാത്ര ആശംസിക്കുന്നു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ ഉടൻ ബ്യൂണസ് ഐറസിലേക്ക് മടങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി പറയുന്നുണ്ട്. താങ്ക് യു താങ്ക് യു. യെസ്. അപ്പോൾ ചേച്ചീനോട് ടാറ്റയും പറഞ്ഞ് നമ്മൾ എയർപോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. എയ്റോ പാർക്ക് ജോർജ് ന്യൂബറി എയർപോർട്ട്. അത് ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോകണം അതിലാന്ന് തോന്നുന്നു. അവിടെ ഇൻ്റർനാഷണൽ ചെയ്തിട്ടുണ്ട്, നമുക്ക് ഡൊമസ്റ്റിക്. അപ്പോൾ ഇതായിരിക്കും. ഇവിടെ കുറേ ഫ്ലൈറ്റ് കമ്പനികളുണ്ട്. നമ്മൾ എടുത്തേക്കണത് എയറോലീനാസ് അർജൻറ്റീന എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റാണ്. പിന്നെ വേറെ ഫ്ലൈ ബോണ്ടി അങ്ങനെയൊക്കെ കുറേ എന്തൊക്കെയുണ്ട്. ഇവിടുത്തെ ഫ്ലൈറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏത് നിമിഷവും ക്യാൻസൽ ചെയ്യപ്പെടും, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതെന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് ഇതുവരെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, ഇതുവരെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം, ചെന്ന് നോക്കട്ടെ. ഞാൻ പോയി കൗണ്ടറിൽ പോയിട്ട് ബാഗ് ഡ്രോപ്പ് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ. നല്ല തിരക്കുണ്ടല്ലോ ഇവിടെ. അപ്പോൾ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി. ഇനി സെക്യൂരിറ്റി ചെക്കിൻ്റെ അങ്ങോട്ട് പോകണം. അത് ഇതിൻ്റെ മുകളിലാണ് കേട്ടോ, ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ സംഭവം ഉള്ളത്. ഇവിടെ വന്നപ്പോൾ ഇതൊരു റെസ്റ്റോറൻറ്റ് ഏരിയ. എന്തോരം ആൾക്കാരാ. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ആ കടലിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെ കാണാം. കടലിൻ്റെ തീരത്ത് തന്നെയാണ് ഈ എയർപോർട്ട് ഇരിക്കുന്നത്. നമ്മൾ ആ സെക്യൂരിറ്റി ചെക്കിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുറേ നടക്കാണ്ടല്ലോ. സാധാരണ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ടാണ് ഇതേപോലെ നടക്കുന്നത്. ഇവിടെ തിരിച്ചാണ്. ആൾക്കാർക്ക് ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. അതേ താഴത്തെ കിടക്കണം. അതേ സ്ഥലം എത്തി. ഡൊമസ്റ്റിക് ബോർഡിങ് ഏരിയ. നമ്മുടെ ഗേറ്റ് 9. ഇവിടെ സെക്യൂരിറ്റി ചെക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ദേ ഇവിടെ വന്നിരിക്കുകയാണ്. ആ നേരെ കാണുന്ന കടയിൽ നിന്ന് ഒരു കുപ്പി വെള്ളവും മേടിച്ചു. അത് മേടിക്കാനായിട്ട് 15 മിനിറ്റ് ക്യൂ നിന്ന്. ഇത്രയും നേരം സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ പോലും നിൽക്കേണ്ടി വന്നിട്ടില്ല. അത്രയും നേരം അവിടെ ക്യൂ. ഇവിടെ കുറച്ച് സ്ലോ ആണ് എല്ലാ കാര്യങ്ങളും. ഇതാണ് നമ്മുടെ ഗേറ്റ് 9. തൊട്ടപ്പുറത്ത് കാണുന്ന ഗേറ്റ് കേട്ടോ. ഗേറ്റ് നമ്പർ 9ലാണ് നമ്മുടെ വണ്ടി വരുന്നത്. ഒരു അരമണിക്കൂർ കൊണ്ട് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്, ഫ്ലൈ ബോണ്ടി എന്ന് പറഞ്ഞിട്ട്. അതൊരു കമ്പനിയാണ്. പിന്നെ ഒരു നീല കളർ ഉള്ള ഫ്ലൈറ്റ് ഉണ്ട്, അതാണ് എയറോലിനാസ് അർജൻറ്റീന. നമ്മൾ അതിനകത്താണ് പോണേ. നമ്മുടെ ഗേറ്റ് ഇത്ര നേരം 9 ആയിരുന്നു. പെട്ടെന്ന് നോക്കിയപ്പോൾ ഗേറ്റൊക്കെ മാറി 11ലേക്ക് മാറ്റി. ഇവിടെ കണ്ട ഉഷ്വ AR 1886 അതാണ് നമ്മുടെ ഫ്ലൈറ്റ്. 11 ഇപ്പോൾ. ഇതേ ആ കിടക്കുന്നതാണ് നമുക്ക് പോകാനുള്ള വണ്ടി കണ്ട. പക്ഷെ നമ്മുടെ വണ്ടിയിൽ നീല കളർ ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ ഉഷ്വായിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്, ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതേ കിടക്കുന്നത് നമ്മുടെ ഫ്ലൈറ്റ്. ഇത് കണ്ട എയറോലിനാസ് അർജൻറ്റീനാസ്, ഇതാണ് ഇവരുടെ ഫ്ലൈറ്റ്. നമ്മുടെ ഫ്ലൈറ്റിന് പക്ഷെ നീല കളർ ഇല്ല, എന്താണാവോ. സ്റ്റെപ്പ് ഇറങ്ങി താഴത്തോട്ട് പോകണോ ഇതുള്ളല്ലോ. ആ നമ്മുടെ ഫ്ലൈറ്റ് അതല്ലട്ടാ, ആ വൈറ്റ്. ഞാൻ വിചാരിച്ച അതാണെന്ന്. അതല്ല, ഇവിടുന്ന് ബസ് കയറി പോകണം. ഇപ്പോഴാണ് മനസ്സിലായത്. ഇതേ തന്നെ നമ്മുടെ വണ്ടി. ഞാൻ വിചാരിച്ച അതാണ് നമ്മുടെ ഫ്ലൈറ്റ് എന്നാണ്, പക്ഷെ അതൊന്നുമല്ല. നമുക്ക് ഇവിടെ ഇരിക്കാം. എൻ്റെ പൊന്നോ, നമ്മളെങ്ങോട്ടാ പോണേന്ന് അറിയാമോ? ഉഷ്വായ. എൻ്റെ വായിലേ ഉഷ്വ എന്നൊക്കെയാണ് വരുന്നത്. ആക്ച്വലി ഉഷ്വായ എന്നാണ് പറയണേ. ഉഷ്വായ. ചിലപ്പോൾ തെറ്റുവേ. അപ്പോൾ നമ്മൾ പോവാണ്. ഒരു 3.5 മണിക്കൂറാണ് ഫ്ലൈറ്റ് ടൈം. എൻ്റെ മോനെ എവഗോട്ടൊക്കെയുള്ള നമ്മൾ പോകണം, എനിക്ക് വയ്യ. ഈ ബ്യൂണസ് ഐറസിലെ കാലാവസ്ഥ ഏകദേശം ഒരു 28-30 ഡിഗ്രി നമ്മുടെയൊക്കെ നാട്ടിലുള്ള പോലത്തെ ഒരു കാലാവസ്ഥയാണ്. പക്ഷെ ഉഷ്വയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് മാറും. അത് നേരെ 5 ഡിഗ്രി 10 ഡിഗ്രി എന്ന രീതിയിലോട്ട് മാറും. അതുകൊണ്ട് ഞാൻ ബാഗിലൊരു ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ചെന്ന് കഴിയുമ്പോഴായിരിക്കും പണി കിട്ടണം. അത് നേരത്തെ കാലാവസ്ഥയൊക്കെ നോക്കി. അപ്പോൾ 10 ഡിഗ്രിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. രാത്രിയിൽ 2 ഡിഗ്രി ആകും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ജാക്കറ്റൊക്കെ വേണ്ടി വരും ഇനി മുതൽ. ഈ ഭാഗത്തൊന്നും അത്ര തണുപ്പൊന്നുമില്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലെ ഉള്ള കാലാവസ്ഥയാണ്.
ഇതേ കിടക്കണം, ഇതാണ് നമ്മുടെ വണ്ടി എന്ന് തോന്നുന്നു. ആ കിടക്കണ ഫ്ലൈറ്റും നമ്മുടെ അല്ല, വേറെ ഏതോ ഫ്ലൈറ്റാണ് നമ്മുടെ, വേറെ സ്ഥലത്തായിട്ട് പോകുന്നുണ്ട്. എയർപോർട്ടിലെ റോഡ് കണ്ടോ, കോൺക്രീറ്റാ. ഇതാണെന്ന് തോന്നുന്നു. നമ്മൾ ഉഷുവായ മാറിപ്പോ ഇവിടൊക്കെ ഉഷുവായിലേക്ക് പറക്കാൻ പോകുന്ന ഫ്ലൈറ്റ്. എൻ്റെ മോനെ നമ്മളങ്ങനെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് പോകാണ്ട. അല്ല, നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. ഹലോ, ഹായ്. ഇവർ ഹോല എന്നാണ് പറയുള്ളത്. അത് സ്പാനിഷിൽ ഹലോ എന്ന് പറയുന്ന ആ വാക്കാണ് ഇവിടെ ഹോല എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ സീറ്റൊക്കെ ഓൾറെഡി നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു വിൻഡോ സീറ്റ് തന്നെ വേണമല്ലോ, കാരണം അവിടെ ചെന്നിറങ്ങുന്ന സീനൊക്കെ നമുക്ക് എന്തായാലും കാണണം. അപ്പോൾ 26A ആണ് ഞാൻ പുറകിലെടുത്തേണം. ഈ ഫ്ലൈറ്റ് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ഫ്ലൈറ്റാണെന്ന് തോന്നുന്നു. വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ട്. ഫ്ലൈറ്റ് അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നത്. ഇനിയിപ്പോൾ പോകുമ്പോൾ ചെല്ലുമ്പോൾ അറിയാം. പിന്നെ അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉള്ള സ്ഥലത്തോട്ടാണ് നമ്മൾ ചെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. കിടുകിടുക്കും വിറക്കുമെന്ന് തോന്നുന്നു. നമുക്കങ്ങനെ സീറ്റ് കിട്ടിയിരിക്കുകയാണ്. വിൻഡോ സീറ്റ് തന്നെ എടുത്ത് വെച്ചൊക്കെയാണ് കണ്ട. പക്ഷേ ഇതിനകത്ത് മൊത്തം സ്ക്രാച്ചൊക്കെ ഉണ്ട്. എങ്ങനെ വൃത്തിയായിട്ട് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലെഗ് സ്പേസ് ഒക്കെ ഇത്തിരി കുറവൊട്ടുമില്ല. വേറൊരു കാര്യമുള്ളതേ, ഇവിടെ സൂര്യൻ അസ്തമിക്കുമ്പോൾ 8 മണിയാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വെട്ടം ഉണ്ടാവും ചെന്ന് ഇറങ്ങുമ്പോൾ. ഒരു 7:30 ആകുമ്പോഴാണ് നമ്മളിവിടെ എത്തണം. ഇവിടുത്തെ ടൈം 7:30 എത്തും. ഇപ്പോൾ സമയം 3:45, 3:55 ഫ്ലൈറ്റ് എടുക്കണം. അപ്പോൾ ഈ ഒരു എയർപോർട്ടിൻ്റെ പേര് എയ്റോ പാർക്ക് ജോർജ് ന്യൂബറി എയർപോർട്ട് എന്നാണ്. ഇതിൻ്റെ കോഡ് AEP എന്നാണ്. നമ്മളിവിടെ അർജന്റീനയിൽ വന്നിറങ്ങിയ എയർപോർട്ടിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഈസൈസ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. അതിൻ്റെ കോഡ് EZE എന്നാണ്. അതുപോലെ ആ എയർപോർട്ടിനെ മെനിസ്ട്രോ പിസ്റ്റാറിനി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നും കൂടി അറിയപ്പെടുന്ന ഒരു എയർപോർട്ടും കൂടിയാണ്. അപ്പോൾ മാറിപ്പോരുത് ഇവിടെ വന്നു കഴിഞ്ഞാൽ. 2 എയർപോർട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു ജോർജ് ന്യൂബറി എയർപോർട്ട് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ എയർപോർട്ടും കൂടിയാണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്തത് 1947 ഈ എയർപോർട്ടിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് പബ്ലിക്കും മിലിറ്ററിയും കൂടി ഉപയോഗിക്കുന്ന എയർപോർട്ടാണ് കേട്ടോ. അർജന്റീനിയൻ പൈലറ്റും എഞ്ചിനീയറും ശാസ്ത്രജ്ഞനും ആയിരുന്ന ജോർജ് അലജാൻഡ്രോ ന്യൂബറി മലകരയുടെ പേരാണ് ഈ എയർപോർട്ടിന് ഇട്ടിരിക്കുന്നത്. അതുപോലെ ഈ ഒരു എയർപോർട്ട് അർജന്റീനയിലെയും തെക്കേ അമേരിക്കൻ ആഭ്യന്തര വിമാനങ്ങളുടെയും പ്രധാന കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു എയർപോർട്ടും കൂടിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് പറന്ന് ഉയരുകയാണ്. സ്പാനിഷിലുള്ള അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇംഗ്ലീഷിലും ഉണ്ട്. ഈ കാണുന്ന കടലിന്റെ ഭാഗം കണ്ട, ഇത് അറ്റ്ലാന്റിക് ഓഷൻ ഒരു ഉൾക്കടൽ പോലെ കയറിക്കിടക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. താഴെ കുറച്ച് ബിൽഡിങ്സും എനിക്ക് തോന്നുന്നത് പോർട്ടാണെന്ന് തോന്നുന്നു. പോർട്ടിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന കടൽ എന്ന് പറഞ്ഞാൽ ഇത് 2 രാജ്യങ്ങൾക്ക് ഇടയിലുള്ള ഒരു ഉൾക്കടലാണ്. അതായത് നേരെ അപ്പുറത്ത് നേരെ ദൂരെ നമുക്ക് കാണാം, അത് വേറൊരു രാജ്യമാണ്. അതാണ് ഉറുഗ്വേ. ഈ ഉറുഗ്വേ, പരാഗ്വേ എന്നൊക്കെ പറയുന്നത് അർജന്റീനയുടെ ഈ ഭാഗത്തെ അതിർത്തികളാണ് കേട്ടോ. അപ്പോൾ താഴെ കാണുന്നത് ബ്യൂണസ് ഐറസ് നഗരം ഉണ്ടാ. എന്ത് ഭംഗിയാന്ന് നോക്കി, നല്ല അടുക്കും ചിട്ടയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു നഗരം. ഈ ഭാഗത്ത് കൃഷിപ്പാടങ്ങളൊക്കെ കാണാം കേട്ടോ. ഈ ആസൂത്രണത്തിലൂടെയൊക്കെ ഉണ്ടാക്കിയ നഗരം എന്നൊക്കെ കേട്ടിട്ടില്ല, ഏകദേശം അതേപോലെ ഇരിക്കുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ നഗരഭാഗങ്ങളൊക്കെ അവസാനിച്ചിട്ടാ. ഇപ്പോൾ കൂടുതലും കാണുന്നത് കൃഷിപ്പാടങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ കാണാൻ കൊതിച്ച ആ ഒരു സ്വപ്നത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും എത്താൻ സാധിക്കില്ല എന്ന് വിചാരിച്ചൊരു സ്ഥലമാണ് കേട്ടോ നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്, അന്റാർട്ടിക്ക. ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് അടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ എക്സൈറ്റ്മെന്റ് എപ്പോഴും ഇത്തിരി കൂടുതലായിരിക്കും. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. താഴെ നമുക്ക് കാണാം അറ്റ്ലാന്റിക് ഓഷൻ. എന്തോരം ചരിത്രം ഉറങ്ങുന്ന സ്ഥലമാണല്ലേ. പഴയ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ അറ്റ്ലാന്റിക് ഓഷനായിട്ട് ബന്ധപ്പെട്ട കുറേ ചരിത്രങ്ങളൊക്കെ. താഴെ ഈ കാണുന്ന കണ്ട, ഇത് ശരിക്കും കാറ്റാണ്. അതായത് കടലിൽ കാറ്റ് വീശുമ്പോൾ കാണുന്ന തിരയാണ് ആ വെള്ള നിറത്തിലെ ഭാഗങ്ങളായിട്ട് കുത്തുകുത്തു പോലെ കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ദേ ഒരു ബോട്ട് പോകുന്നുണ്ട്. ബോട്ടല്ലട്ടോ, അത് കപ്പലാണ്. മോളിൽ നോക്കുമ്പോൾ ബോട്ടായിട്ടാണ് തോന്നുന്നെങ്കിലും അത് വലിയൊരു ഷിപ്പാണ്. എൻ്റെ മോനെ, ഇപ്പൊ കാണുന്ന ഈ ഒരു ഭാഗം കണ്ട, ശരിക്കും സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഒരു ഭാഗം നമ്മൾ മാപ്പിലൊക്കെ കാണൂലേ, ഏതാണ്ട് അതുപോലെയൊക്കെ തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഈ മേഘങ്ങൾക്കിടയിൽ കൂടി ഒരു സംഭവം, ആ പ്രദേശം മൊത്തം വെളുത്തിരിക്കുന്നത്. ആദ്യം ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ വിമാനം കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോഴാണ് അത് മനസ്സിലായത്. അത് മഞ്ഞാണ്. മഞ്ഞ് പെയ്ത് കിടക്കാണ്. താഴെ കാണുന്നുണ്ട. എടാ മോനെ, മഞ്ഞ്
മഞ്ഞിന്റെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിയട്ടാ. തണുപ്പുള്ള പ്രദേശത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ മേഘങ്ങൾക്കിടയിൽ കൂടി അറ്റ്ലാന്റിക് ഓഷനും പച്ചപ്പുള്ള ഭൂപ്രദേശങ്ങളൊക്കെ കാണാം. ഒരു കപ്പല് പോകുന്നത് കണ്ടാ. നല്ല കാറ്റുണ്ടെന്ന് ആ സമുദ്രത്തിലെ തിര കാണുമ്പോൾ നമുക്കറിയാം. ഈ വിമാനം നന്നായി താഴ്ന്നാണ് ഇപ്പൊ പറന്നുകൊണ്ടിരിക്കണേ. കുറച്ച് ദ്വീപുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ വിമാനം ശരിക്കും കാറ്റത്ത് ഇങ്ങനെ ആടിയൊക്കെയാണ് കേട്ടോ ഉഷുവയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. പൈലറ്റ് ശരിക്കും നല്ല ശ്രമപ്പെട്ടാണ് വിമാനം ലാൻഡ് ചെയ്യിക്കുന്നതാണ് നമുക്ക് തോന്നുന്നത്. ശരിക്കും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ആട്ടവും കുലുക്കവും ഒക്കെ ഉണ്ട്. കാലാവസ്ഥയാണെങ്കിൽ അത്യാവശ്യം മോശമാണ്. ദേ ഇത് കേട്ട ആൾക്കാരൊക്കെ കൈയടിക്കുന്നു. ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് കൈയടിക്കണേന്ന് എനിക്ക് തോന്നണം. Les recordamos no olvidar efectos personales a bordo, no fumar hasta encontrarse por fuera del edificio terminal. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് വിജയകരമായിട്ട് ലാൻഡ് ചെയ്തേക്കാണ് ഉഷുവായിൽ. ഇവിടെ ലാൻഡ് ചെയ്തപ്പോൾ ഉണ്ടല്ലേ ആൾക്കാരൊക്കെ എല്ലാവരും കൈയടിക്കണം. ഇവിടെ ശരിക്കും എനിക്ക് തോന്നുന്നത് ഇവിടെ ഇറക്കാന്ന് പറഞ്ഞ ഇത്തിരി പ്രശ്നമുള്ളതാണ്. ഭയങ്കര വിൻഡായിരിക്കും. ഇപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ മേഘങ്ങളൊക്കെ ഭയങ്കര ക്ലൗഡി ആയിട്ട് നിൽക്കണുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ജെർക്കിങ് ഒക്കെ ആയിരിക്കും. അപ്പോൾ കുറച്ച് പ്രശ്നമാണെന്ന് തോന്നുന്നു ഇവിടെ ഇറക്കുന്നത്. അപ്പോൾ വിമാനം ഇറക്കാനായിട്ട് അതേപോലെ പ്രയാസമൊക്കെ ഉള്ളൊരു എയർപോർട്ടാണ് കേട്ടത്. വേറൊരു കാര്യമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ബ്യൂണസ് എയറസിൽ ഒരു 27 ഡിഗ്രി ഒക്കെ ഉള്ളൂ. ഇങ്ങോട്ട് വന്നപ്പോൾ ടെമ്പറേച്ചർ മാറിയിട്ടുണ്ട്. ഇവിടെ 10 ഡിഗ്രി. അതിപ്പോൾ വിളിച്ചു പറഞ്ഞു. നമ്മുടെ ഇപ്പുറത്തിരിക്കുന്ന ചേച്ചിയൊക്കെ ജാക്കറ്റൊക്കെ ഇടുന്നുണ്ട്. എൻ്റെ ബാഗ് ഞാൻ ജാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നൈസായിട്ട് എടുത്ത് ഇടണം, ഇല്ലെങ്കിൽ തണുത്ത് പറയും. അപ്പോൾ നമ്മൾ ഇനി നേരെ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വിറക്കുമെന്നറിയില്ല. എന്തായാലും ജാക്കറ്റ് കയ്യിലുണ്ട്, നമുക്ക് നോക്കാം. ബൈ. എന്താ പിന്നെ ആ തണുപ്പുണ്ട് മോനെ, പണി വാളുന്നു തോന്നുന്നു. തണുപ്പുണ്ട് കേട്ടോ. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നേരെ ഇങ്ങനെ വരുമ്പോൾ ബാഗ് എടുക്കുന്ന സ്ഥലം ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ. നമുക്ക് എന്തായാലും തിരിച്ച് നമ്മൾ ബ്യൂണസ് എയറസിലോട്ട് പോകാൻ നേരത്ത് എയർപോർട്ടൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല, ഇപ്പോൾ ഇത് അറൈവൽ ഏരിയ അല്ലേ. എൻ്റെ ബാഗ് എവിടെയാണാവോ, നോക്കട്ടെ, കണ്ടുപിടിക്കണം. ഇതിനകത്ത് മിക്കവരും എനിക്ക് തോന്നുന്നു അന്റാർട്ടിക്കൻ ട്രിപ്പിനൊക്കെ കാണുമോട്ടെ, ചിലപ്പോൾ പറയാൻ പറ്റില്ല ആരൊക്കെയാണെന്ന്. നാളത്തെ ട്രിപ്പ് ഒക്കെ കാണാം. നാളെയാണ് നമ്മുടെ ട്രിപ്പ്, നാളെ പോവാണ്. എൻ്റെ പൊന്നു, ദേ വരുന്നു എൻ്റെ ബാഗ്. തണുത്തട്ടെ നൈസായിട്ട് ജാക്കറ്റ് അങ്ങ് എടുത്തിട്ട് ബാഗിലിരുന്ന് വെച്ചൊക്കെ എടുത്ത്. എൻ്റെ പൊന്നു, നമ്മളെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ ബാഗെല്ലാം സ്കാൻ ചെയ്യും, എന്നിട്ടാണ് നമ്മൾ പുറത്തോട്ട് ഇറക്കുള്ളൂ. അപ്പോൾ ഇതാണ് എയർപോർട്ട്. കണ്ട, ഇത് ഫുള്ളും മരമാണല്ലോ. ഇത് നോക്കി, കൊള്ളാമല്ലേ സംഭവം. ചെറിയൊരു എയർപോർട്ടാണെങ്കിൽ ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ടും കൂടിയാണ് കേട്ടോ. നല്ല ഡിസൈനൊക്കെ ഇത് കണ്ട, ഫുള്ളും മരത്തിൻ്റെ വർക്കുകളൊക്കെയാണ് ചെയ്തേക്കണം. പല ആളുകളെയും വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ഓരോ ടൂർ ടീം പേരൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളെ വിളിച്ചിട്ട് പോകാൻ ആരുമില്ല, നമ്മൾ സ്വന്തമായിട്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ പോവാം. ഞാനിവിടെ ഹോസ്റ്റലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. എൻ്റെ മുന്നേ തണുത്ത കാറ്റടിക്കണം. ഇവിടെ മഴയുണ്ട് അത്യാവശ്യം. ഇതുണ്ടോ ഈ തണുപ്പും മഴയും, എൻ്റെ മോനെ. ഇത് അവിടേക്ക് മഞ്ഞുമല, അപ്പുറത്തൊക്കെ എല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം. ഞാനൊരു ടാക്സി വിളിക്കട്ടെ. ടാക്സി ഇവിടെ യൂബർ കിട്ടുമെന്ന് നോക്കട്ടെ. യൂബർ കിട്ടുമായിരിക്കും. അപ്പോൾ ഇതാണ് എയർപോർട്ട് കാണിച്ചത്. ഇത് കണ്ടോ, നല്ല രസമല്ലേ, മരത്തിൻ്റെ ഇതൊക്കെ ചേട്ടൻ ഉണ്ടാക്കിയേക്കണം. അടിപൊളി. അറൈവൽസ് കണ്ടാ, ഇവിടെ തന്നെ നമ്മൾ തിരിച്ചും പോണത്. ഞാനേ ഈ കാറ്റ് കൊള്ളാണ്ട് മൂലക്കൊല്ലം മാറിയിക്കട്ടെ. എൻ്റെ പൊന്നോ, തണുത്ത കാറ്റടിക്കണം. ഞാൻ യൂബർ വിളിച്ചിട്ടുണ്ട്. യൂബറാണെങ്കിൽ 3 കിലോമീറ്റർ അപ്പുറത്താണ്. പുറത്ത് നിൽക്കാൻ പറ്റില്ല. ഈ ജാക്കറ്റ് പറ്റത്തില്ല, ഈ ജാക്കറ്റ് കൊണ്ട് നിൽക്കുന്നില്ല. ആ കാരണം ഉള്ളിൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബനിയനല്ലേ ഉള്ളൂ. അപ്പോൾ അത് തെർമലും സംഭവങ്ങളൊക്കെ വേണം. അപ്പോൾ പുറത്ത് മുടിഞ്ഞ തണുപ്പും കാറ്റൊക്കെ അടിക്കണം. അപ്പോൾ ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് പിന്നെയും കയറി നിന്ന്. ഇവിടെ ഇവിടെ ക്ലൈമറ്റ് മറ്റേ എനിക്ക് വേണം സെറ്റ് ചെയ്തേക്കാന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ വരും. ഇപ്പോൾ എത്ര മിനിറ്റായി? 1.5 കിലോമീറ്ററും കൂടി ഇപ്പോൾ വരും. എൻ്റെ ടാക്സി വരുന്നുണ്ട്. എൻ്റെ പൊന്നു, മുടിഞ്ഞ തണുപ്പും മുടിഞ്ഞ കാറ്റും മഴയും. അയ്യോ, ഭീകര തണുപ്പാണ്ടോ, രക്ഷയില്ല. അയ്യോ, എൻ്റെ ടാക്സിയാണ് അതേ പോണത്. കിഡ് ഇതൊക്കെ എയർപോർട്ടൊക്കെ എനിക്ക് ഈ എയർപോർട്ട് ഇഷ്ടപ്പെട്ടിട്ടോ, നല്ല രസമുണ്ട്, കൊള്ളാം. അയ്യോ, മഴ. അപ്പോൾ നമ്മൾ യൂബറിൽ കയറിയിട്ട് നമ്മൾ താമസിക്കുന്ന സ്റ്റേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി ഹോസ്റ്റലിൽ ബുക്ക് ചെയ്തതാണ്. ഇപ്പോഴൊന്നുമല്ല, 3 മാസം മുമ്പ് ബുക്ക് ചെയ്തതാണ്. നമ്മൾ വന്ന ഫ്ലൈറ്റൊക്കെ ഞാൻ 3 മാസം മുമ്പ് ബുക്ക് ചെയ്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ നേരെ
ഹോട്ടലിലോട്ട് പോവാം. കുറച്ച് പണികളൊക്കെ ഉണ്ട്. നാളത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നാളെയാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ ഉഷ്വയിലോട്ട് വരാനായിട്ട് റോഡ് മാർഗം പറ്റില്ല. ഇനി പാലം വല്ലതും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫ്ലൈറ്റ് മാത്രമേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഉഷുവായ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ശരിക്കും ഒരു ഐലൻഡാണ്. അതായത് നിങ്ങൾ ആ മാപ്പ് എടുത്തിട്ടൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാം, ആ ഉഷുവ നിൽക്കുന്ന സിറ്റി ഉൾപ്പെടെ ആ ഒരു വലിയൊരു പ്രദേശം ചുറ്റും വെള്ളമാണ്. അതിൻ്റെ ഒരു സൈഡ് ചില്ലിയാണ്. അങ്ങനത്തെ ഒരു ഏരിയയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിലായിരിക്കും കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നാളെ നമ്മുടെ ട്രിപ്പും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ ഇനി നമ്മുടെ ഹോസ്റ്റലിലോട്ട്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഉഷുവായ എന്ന് പറയുന്ന ഈ ഒരു സിറ്റി എന്ന് പറയുന്നത് അർജന്റീനയിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള ഒരു സിറ്റിയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. അർജന്റീനയുടെ മാത്രമല്ല, ഈ ഭൂമിയിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള സിറ്റിയാണ് ഉഷുവായ. അതായത് ഇനി അങ്ങോട്ട് വേറെ നഗരങ്ങളോ ഭൂപ്രദേശമോ ഒന്നുമില്ല, ഇനി അന്റാർട്ടിക്ക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു സിറ്റിനെ ലോകാവസാനം അല്ലെങ്കിൽ ദ ലാസ്റ്റ് സിറ്റി എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് കേട്ടോ. ശരിക്കും ഇതിന്റെ ഒരു സൈഡ് ചില്ലി എന്ന രാജ്യമാണ്. ഇത് ടിയാറ ഡെൽ ഫിഗോ എന്ന് പറയുന്നത് ഒരു പ്രവിശ്യയാണ് അർജന്റീനയുടെ. അപ്പോൾ ആ ഒരു പ്രൊവിൻസിന്റെ തലസ്ഥാനമാണ് ഉഷുവായ. ഇവിടെ ഏതാണ്ട് 82,000-ലധികം ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഈ ഒരു ഉഷുവായനെ ഗേറ്റ് വേ സിറ്റി ടു അന്റാർട്ടിക്ക എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ്ട് ഒരു 48 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടുന്ന് അന്റാർട്ടിക്കയിലോട്ട് എത്താൻ പറ്റും. അന്റാർട്ടിക്കൻ പെനിൻസുലയായിട്ട് 1200 കിലോമീറ്റർ മാത്രമേ അകലുള്ളൂ. അതുപോലെ അന്തർദേശീയമായിട്ട് അംഗീകരിക്കപ്പെട്ട 5 അന്റാർട്ടിക് ഗേറ്റ് വേ നഗരങ്ങളിൽ ഒന്നാണ് ഉഷുവായ എന്ന് പറയുന്നത്. പിന്നെ ടിയാറ ഡെൽ ഫ്യൂഗോ എന്ന് പറയുന്ന നാഷണൽ പാർക്ക് ഉണ്ട്. അത് ചില്ലിയിലും അർജന്റീനയിലുമായിട്ടാണ് കിടക്കുന്നത്. അർജന്റീനയിൽ സ്ഥാപിതമായിട്ടുള്ള ആദ്യത്തെ തീരദേശ ദേശീയോദ്യാനമാണ് കേട്ടോ ഈ ടിയാറ ഡെൽ ഫ്യൂഗോ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വേനൽക്കാലമാണ്. വേനൽക്കാലം എന്ന് പറയുമ്പോൾ ഇത് ഭൂമധ്യരേഖയ്ക്ക് താഴെയുള്ള ഭാഗമാണ്, സദേൺ ഹെമിസ്ഫിയർ ആണ്. ഇവിടുത്തെ വേനൽക്കാലം എന്ന് പറഞ്ഞാൽ നവംബർ മുതൽ മാർച്ച് വരെയാണ്. നവംബർ, ഡിസംബർ, ജനുവരിയൊക്കെ ഇവിടെ വേനൽക്കാലമാണ്. പക്ഷേ ഈ ഒരു സിറ്റിയിൽ വേനൽക്കാലമായാലും തണുപ്പ് തന്നെയായിരിക്കും. ഏതാണ്ട് ഒരു 5 ഡിഗ്രി 10 ഡിഗ്രിയൊക്കെ ആയിരിക്കും ഇവിടുത്തെ കാലാവസ്ഥ. അങ്ങനെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയേക്കാണ്. ഇതുണ്ട അന്റാർട്ടിക്ക എന്ന് എഴുതിക്കുന്നുണ്ട് ഇവിടെ. ഇതൊരു ഹോസ്റ്റലാണ്. ഇവിടെ ഇതേപോലത്തെ ഇഷ്ടംപോലെ ഹോസ്റ്റലുണ്ട്. ഞാൻ ജസ്റ്റ് ഇതങ്ങ് എടുത്തെന്നുള്ളൂ. അല്ല പ്രത്യേകം ഉണ്ടായിട്ടൊന്നും എടുത്തതല്ല. പിന്നെ പേരൊക്കെ കണ്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നി. എൻ്റെ ഉള്ളിലത്തെ സൗകര്യമൊക്കെ നോക്കട്ടെ. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ഇപ്പോൾ സമയം രാത്രി 9 മണിയാണ്. ഇവിടുത്തെ അവസ്ഥ നോക്കി എന്ത് വെട്ടോണ്. ഇതൊരു മഞ്ഞക്കാറ് പോട്, ഒരു പട്ടിയുണ്ട് അതിനകത്ത്. ഇതുണ്ടോ രാത്രി 9 മണി. സംശയം ഉണ്ടെങ്കിൽ നോക്ക്. 8:45 കേട്ടോ, കറക്റ്റ് 9 മണിയല്ല, എന്നാലും 8:45 രാത്രി ആണ് ഈ കാണുന്നത്. എന്താ അവസ്ഥയാണല്ലേ. സൂര്യൻ ഇവിടെ നല്ല വെട്ടം വിളിച്ചത്. സൂര്യൻ അസ്തമിച്ചെന്ന് തോന്നുന്നു. സൂര്യൻ 8 മണിക്ക് അസ്തമിക്കും. പക്ഷേ വെട്ടം ഒരു 10 മണി 10:30 വരെയൊക്കെ വെട്ടം ഉണ്ടാവുമെന്നാണ് പറയണം. അതാണ് അവസ്ഥ. രസമുണ്ട്. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ സൂര്യൻ ഉദിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റൽ. മുകളിൽ കിച്ചണൊക്കെ ഉണ്ട്. കുക്ക് ചെയ്യണമെങ്കിൽ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നത് കുക്ക് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇതാണ് റിസപ്ഷൻ. നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ID പ്രൂഫ് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ റൂം കാണിച്ചു തരാം. ഇവിടെ ആളുകളൊക്കെ പേരൊക്കെ എഴുതിയിട്ടേണ് ചുമരിൽ മൊത്തം. നമുക്കൊരെണ്ണം എഴുതിയിട്ടല്ല. നമ്മുടെ സൈൻ എവിടെയൊക്കെ പതിപ്പിക്കാൻ പറ്റും അവിടെയൊക്കെ പതിപ്പിക്കണം. പക്ഷെ അന്റാർട്ടിക്കയിൽ അത് പറ്റില്ല. അവിടെ സൈൻ പതിപ്പിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ഈ ഏരിയയിൽ ഇങ്ങനത്തെ ഏരിയയൊക്കെ ഉണ്ട്. അന്റാർട്ടിക്ക, ഇത് അന്റാർട്ടിക്ക ഹോസ്റ്റലാണിത്. ഇതേപോലത്തെ ഇഷ്ടംപോലെ ഹോസ്റ്റൽസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോരോ റൂമുകളാണ്. എൻ്റെ റൂം കാണിച്ചു തരാം. റൂം എന്ന് പറഞ്ഞാൽ ഡോർമെട്രി. യെസ്, ഇതാണ് നമ്മുടെ സ്ഥലം. ഇത് 1 2 3 4 5 6 പേരുടെ. ഇതാണ് എൻ്റെ ബെഡ്. കണ്ടാ, നമുക്ക് ടവലിന് എക്സ്ട്രാ പൈസയാണ്. 500 പെസോ കൊടുത്തു. പിന്നെ ഇങ്ങനെ ഒരു ഷെൽഫ് നമുക്ക് കിട്ടും നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ റേറ്റ് വന്നേക്കുന്നത് ഏകദേശം 2500 രൂപയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. അപ്പോൾ ഞാനൊന്ന് ഫ്രഷായിട്ട് പുറത്തോട്ട് ഇറങ്ങണം. ഫുഡ് എന്തെങ്കിലും കഴിക്കണം. ഇനി ഇവിടെ രാത്രിയാണെന്ന് മനസ്സിലാവണില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. രാത്രി ഏത് പകൽ ഏത് ദൈവത്തിനറിയാം. അപ്പോൾ ഫ്രഷാവട്ടെ. ഈ റോഡിൻ്റെ മുകൾ ഭാഗത്ത് നോക്കി എന്താണ് മഞ്ഞ് മലയോ. ആയ് അടിപൊളി സീൻ. അപ്പോൾ നമ്മൾ ഒന്ന് ഫ്രഷായിട്ട് പുറത്തോട്ട് ഇറങ്ങി. ഇപ്പോൾ സമയം എത്ര മണിയെന്നറിയാമോ? രാത്രി 10 മണി. എനിക്ക് വയ്യ. പകല് ഏത് രാത്രി ഏതൊന്നും മനസ്സിലാവണില്ല കേട്ടോ. രാത്രി 10 മണിയാണ് ഈ കാണുന്നത്. ഇത് വെട്ടം കണ്ടോ നിങ്ങൾ? പക്ഷെ എന്താ അവസ്ഥയാണല്ലേ.
ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ വരുന്നത് കേട്ടോ. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാം. എന്നിട്ട് നേരെ പോയി കുറച്ച് പണിയൊക്കെ ഉണ്ട്. എനിക്ക് അടുത്ത ദിവസം ടൂറും സംഭവമൊക്കെ ബുക്ക് ചെയ്യണം, അതായത് അന്റാർട്ടിക്ക കഴിഞ്ഞിട്ടേ. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്യണം. കാരണം ഇന്നും കൂടി ഇൻ്റർനെറ്റ് കിട്ടുള്ളൂ, അല്ല നാളെയും കൂടി ഇൻ്റർനെറ്റ് കിട്ടുള്ളൂ. ഷിപ്പിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നെറ്റൊക്കെ പോകും, അതാണ് പ്രശ്നം. അപ്പോൾ അതിന് മുമ്പ് കുറേ പണികൾ തീർക്കാറുണ്ട്. എന്നിട്ട് വേണം കിടന്ന് ഉറങ്ങാനായിട്ട്. ഇതിപ്പോൾ ഉറക്കം വരുമോ? പക്ഷെ വേറെ കാര്യമുണ്ട് കേട്ടോ, ഞാൻ ആ ജെറ്റ് ലാഗ് അടിച്ചിട്ട് ഇരിക്കണ ഒരവസ്ഥയുണ്ട്. എനിക്ക് ചെറുതായിട്ട് തലവേദനയും കണ്ണിൽ നിന്നൊക്കെ ഒരു വെള്ളം വരുന്ന രീതിയിലൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോന്നിട്ട് 8-8.5 മണിക്കൂറിൻ്റെ ഡിഫറൻസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഉറങ്ങണ സമയത്ത് ഇവിടെ എണീറ്റ് കിടക്കാണ്. കുറച്ച് ദിവസം പിടിക്കുക അതൊന്ന് ശരിയാവാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട് എനിക്ക്, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഹോസ്റ്റലിൽ ചോദിച്ചപ്പോൾ പുള്ളി സജസ്റ്റ് ചെയ്തൊരു ഹോട്ടലാണ് തൊട്ടടുത്ത് തന്നെ. ഇത് കണ്ടോ, ഇതെന്താണ് പരില്ല എന്ന് പറയുന്നതൊരു ഹോട്ടൽ. ബാർബിക്യൂ എന്നൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. മീറ്റൊക്കെ കിട്ടും. ഓ ഇത് കൂടുതൽ തിരക്കാണല്ലോ, തിരക്കും ബഹളമൊന്നും. ഇതെന്താണിത്? ഇതെന്താണ്? പന്നിയിറച്ചിയാണോ? പന്നിയോ ആടോ? അടിപൊളി. ഇങ്ങനത്തെ സാധനമൊക്കെ കിട്ടും. ഇവിടെ നല്ല വിലയിടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ല റേറ്റ് ആയിരിക്കും. ഇവിടെ ഫുള്ളാണ്. ഇവിടെ എവിടെ ഇരിക്കാനോ സ്ഥലമൊന്നുമില്ല. ഞാനേ ഇവിടെ വന്നിരുന്നേ, നല്ല തിരക്കാണ്. ഇപ്പോൾ ഒരു സീറ്റ് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ മെനു നോക്കിയപ്പോൾ എല്ലാം സ്പാനിഷ്, ഒരു തേങ്ങ മനസ്സിലാവണില്ല. ഇത് നോക്കി, റേറ്റൊക്കെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നണുണ്ടോ. ഒരു 2000 രൂപയുടെ അടുത്ത് ബില്ല് വരാൻ സാധ്യതയുണ്ട്. നമ്മളെ അടുത്ത കളി. ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ടെ ആ ക്യാമറ വെച്ചിട്ട് സംഭവം കണ്ടുപിടിച്ച് എന്തൊക്കെയാണെന്ന്. ഗ്രില്ലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കണ്ട മീറ്റ് പറയാം. ഒരു ഹെവി സംഭവം ഉണ്ട് ഞാൻ പറഞ്ഞത്. ഇതിന് ആക്ച്വലി ടോട്ടൽ വില 2000 രൂപയാണ്. ഇത് എല്ലാം ഉണ്ട്. അതായത് ഇത് ലാമ്പാണ്, ഇത് സോസേജ്, ബ്ലാക്ക് സോസേജ്, പിന്നെ ബീഫ്, അങ്ങനെ കുറേ സംഭവങ്ങൾ എല്ലാം കൂടി മിക്സാണ്. ചിക്കനോ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടോ. പിന്നെ ഒരു സാലഡും ഉണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. ഇന്ന് ലാവിഷാണ്. നമ്മൾ ഫുഡ് കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ കുറേ പട്ടികൾ. അതിലൊരെണ്ണം ഇത് റോട്ട് വീലർ അല്ലേ? ഇത് നോക്കി, ഇത് ഇവിടുത്തെ തെരുവോട്ടിയാണെന്നുണ്ടോ അല്ലേ? റോട്ട് വീലർ എന്ന് പറയുന്ന പട്ടി ഇതല്ലേ? ആണെന്ന് തോന്നണേ, എനിക്കറിയില്ല. കണ്ടിട്ട് അതുപോലെ ഉണ്ട്. ഇപ്പം സമയം ഏതാണ്ട് 10:45. അപ്പോഴും ഇരുട്ടി വരുന്നുള്ളൂ. അതായത് നമ്മുടെ നാട്ടിലെ ഒരു 6 മണി എങ്ങനെയാണോ അതേപോലെയാണ് ഇരിക്കണത്. ഇത് നോക്കി, ഇത് കണ്ട, രാത്രി 10:45, 11 മണി നേരമായി. പക്ഷെ എന്താണല്ലേ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി നേരെ നമ്മൾ നമ്മുടെ ഹോസ്റ്റലിലോട്ട് പോവാണ്. ആക്ച്വലി ഇവിടെ ഒരു അബദ്ധം പറ്റിയതാണ്. കാരണം ക്വാണ്ടിറ്റി ഹെവി ആയിപ്പോയി. അത് 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ഞാൻ മെനു നോക്കിയിട്ട് ഗ്രിൽഡ് എന്ന് പറഞ്ഞ് കണ്ടു, അത് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ മിക്സ്ഡാണെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ 1 പേഴ്സണും കൂടി എഴുതിയിട്ടും കൂടി ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ച് കുഴപ്പമില്ല, നൈസായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാണ്. പക്ഷെ ഭീകര ക്വാണ്ടിറ്റി ആയിപ്പോയി. ആ ബീഫാണെങ്കിൽ അത് മറ്റേ ടൈപ്പ് സ്റ്റീക്കാണ്, നമ്മുടെ കറി വെച്ച പോലത്തെ പരിപാടി അല്ലല്ലോ. തിന്നാൻ പറ്റില്ല, ചവച്ചിട്ട് ഇറങ്ങണില്ല. നല്ല ഒരു വഴിയാക്കിയിട്ടുണ്ട്. എന്തായാലും ക്ഷീണം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു സംഭവമാണ്. മീൻസ് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണമല്ല, നമുക്ക് ഈ ഉറക്കപ്പിച്ചിൻ്റെ ടൈം സോൺ ചേഞ്ച് ആയല്ലോ, അതിൻ്റെ പ്രശ്നമാണ് എനിക്കുള്ളത്. അത് ആ ന്യൂസിലാൻഡ് പോയപ്പോഴും ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം എടുക്കുക ശരിയാവാനായിട്ട്. എന്തായാലും നോക്കാം. അതുപോലെ വേറൊരു കാര്യമുള്ളത്, ഞാൻ മനഃപൂർവ്വം തലയിൽ ക്യാപ്പ് വെക്കാത്ത കാരണം നമുക്കിനി കുറച്ച് ദിവസം നല്ല തണുപ്പിലായിരിക്കും. എല്ലാം മൂടിക്കെട്ടി ഇങ്ങനെ ഫസ്റ്റ് ടൈം തന്നെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഈ തണുപ്പിനോട് അഡ്ജസ്റ്റ് ആവില്ല, കൂടുതൽ പ്രശ്നമാവുള്ളൂ. അപ്പോൾ കുറച്ച് ആദ്യത്തെ ദിവസങ്ങളിൽ ഒന്ന് തണുപ്പായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം ഒന്ന് പൊരുത്തപ്പെടണ്ടേ. അപ്പോൾ ഇടയ്ക്കൊന്ന് ക്യാപ്പൊക്കെ മാറ്റുന്നത് നല്ലതാണ്, ക്യാപ്പ് ഇല്ലാണ്ടിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഓവറായാലും പ്രശ്നമാണ്. ഒരു പരിധി ഒരു മാച്ച് ആവാൻ വേണ്ടിയിട്ട് മാത്രം. ഇപ്പോൾ തണുപ്പ് ആക്ച്വലി സഹിക്കാൻ പറ്റുന്ന തണുപ്പാണ്. എനിക്ക് തോന്നുന്ന 3 ഡിഗ്രി എങ്ങാണ്ടാണ് ഇപ്പോൾ, 3 or 2 എങ്ങാണ്ടായിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിലായിരിക്കും. നാളെയാണ് നമ്മൾ അന്റാർട്ടിക്കയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഷിപ്പിൽ കയറണം. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഹെൽത്ത് ഡിക്ലറേഷൻ ഫോമൊക്കെ ഉണ്ട്, ഞാൻ ഫില്ല് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ പ്രൊസീജിയർ ആണെന്നുള്ളത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. പിന്നെ നാളെ ലഗേജ് ആദ്യം കൊണ്ടേ കൊടുക്കണം. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഡിപ്പാർച്ചർ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ രാവിലെ 9 തൊട്ട് 12 മണി വരെയുള്ള ടൈമിൽ ലഗേജ് കൊണ്ടേ കൊടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഞാൻ നൈസായിട്ട് കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ ബൈ.